ഹായ്, ഞാൻ മിനീസ് കലവറയാണ്. എന്നെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ ഷൂട്ടുമായിട്ടാണ് വന്നത്. ഞാനിന്നൊരു മീൻകറി ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, നമുക്ക് അപ്പോൾ ഇതിലോട്ടങ്ങ് പോവാം. എണ്ണ ഒഴിക്കാം, കുറച്ച് എണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ, നമുക്ക് കടുകിടാം. കുറച്ച് കടുക്, എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 2 ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കുറച്ച് ഉലുവാപ്പൊടി. ഓക്കെ, നമുക്കാദ്യം വെളുത്തുള്ളി ഇടാം. അങ്ങനെ എനിക്ക് ഭക്ഷണം കിട്ടണ്ടേ, സാരമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വഴന്ന് കിട്ടും നമുക്ക്. ഓക്കെ, നമുക്ക് ഇച്ചിരി ലാഭത്തിന് ഇത്തിരി പാര കിട്ടിയായിരുന്നു. പാര മീനുണ്ടല്ലോ, അത് ഇച്ചിരി കിട്ടിയായിരുന്നു, 3 എണ്ണം. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാമെന്ന് വെച്ചു, നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, നല്ല പച്ച മീനാണ് കിട്ടിയത്. ഇതൊന്ന് വാടട്ടെ. ടൊമാറ്റോയും കറിവേപ്പിലയും കൂടെ ഇടാൻ, അതും കൂടെ ഒന്ന് വരട്ടെ, ഒന്ന് വാടി വരട്ടെ. ഒന്ന് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. വാടിയിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. നമുക്ക് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻകറി. മുളകിലല്ലേ നമ്മൾ ചാറ് കറി വയ്ക്കുന്നത്, അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും തലേ ദിവസം എടുക്കുമ്പോൾ. ഓക്കെ, മസാല ആഡ് ചെയ്യാം. എല്ലാം ഒരുമിച്ചാണ് എടുത്ത് വെച്ചത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, 3 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്തിട്ട് നല്ല മണം വരുമ്പോഴത്തേക്ക് നമുക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ചും കൂടെ മൂക്കാനുണ്ട് മസാല. നമുക്ക് മൂത്തിട്ട് മണം വരും, അപ്പോഴും നമുക്ക് കുടംപുളി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മണം വരുവാണ്. മുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് നന്നായിട്ടൊന്ന് വരട്ടെ, നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ആഡ് ചെയ്ത് പിന്നെ കുറച്ചുകൂടെ വെള്ളം വയ്ക്കണം. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് എണ്ണയൊക്കെ എന്തായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും മീനും ഇട്ട് കൊടുക്കാം. സ്പൂൺ ആഡ് ചെയ്യാൻ. നന്നായിട്ട് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവേ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെയൊക്കെ വിശേഷം എന്നോടും പറയണം കേട്ടോ. കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ. നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു. ഇതിനെ ഒന്ന് തിളയ്ക്കട്ടെ.
ഓക്കെ, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി മീൻ മാത്രം ഇട്ടാൽ മതി. നമുക്ക് തിളച്ചിട്ട് ഇനി നമുക്ക് മീനിടാവേ. ഓക്കെ, മീനാണേ, നല്ല പാര മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല കടപ്പുറത്തെ പച്ച പാരയാണ്. ഇടത്തരമാണ്. 3 എണ്ണം കിട്ടി, ലാഭത്തിന് കിട്ടിയതാണ്. ഓക്കെ, നമുക്കിതിട്ട് കൊടുത്തേക്കാം. തലയിടാവേ. നമുക്കാദ്യം 3 മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് വേകട്ടെ. നമുക്ക് കറി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാവേ. ലേശം ഉപ്പ് വേണം, കുറച്ചുകൂടെ. ലേശം ഉപ്പ്, കുറച്ചുകൂടെ വറ്റാറുണ്ട് ചാറ് കേട്ടോ. കുറച്ചുകൂടെ വറ്റിയിട്ട് നമുക്ക് കറി ആയിട്ടുണ്ടേ. നമുക്കിനി എല്ലാം കറക്റ്റ് പാകമാണോ എന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. നന്നായിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ കറക്റ്റ് പാകമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് പൊന്നോ. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വരാം. നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വരാം. പറഞ്ഞില്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഓക്കെ, ബായ്. അടുത്ത നമുക്ക് ഒരു ഡിഷുമായിട്ട് വരാം. ഓക്കെ, ബായ്.